ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ്. പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ തേങ്ങയ്ക്ക് അരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തോരനായിട്ട് വയ്ക്കുന്നത് ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ടൊരു മസാല കറിയല്ല, ഒരു കുഴമ്പ് രൂപത്തിലൊരു തോരൻ പോലെയാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അതൊന്നായി വരുമ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. വലിയുള്ളിയും കൂടി ഇടണേ. മല്ലിത്തലയും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെയായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. കുട്ടികൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും അറിയില്ല. എൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്തു. പിന്നെ കടുകൊക്കെ താളിച്ച് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുതിയ ഒരു കുഞ്ഞ് ചട്ടിയാണ്, നല്ല ചന്തമുള്ള ചട്ടി കേട്ടോ, അതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്സിക്കം മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ മാങ്ങക്കറി ആയിട്ടുണ്ട്. അതും ഞാൻ എല്ലാം ഓഫ് ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള കടലക്കറിയാണ്, അത് റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ കടുകൊക്കെ താളിച്ച് അതും കൂടി എടുത്തിട്ടുണ്ട്. പുട്ട് ഞാൻ ചോളത്തിൻ്റെ പൊടിയില്ല, അത് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചോളം കൊണ്ട് പുട്ട് നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പുട്ട്, ചോളത്തിൻ്റെ പുട്ട്. പിന്നെ ഇതാ ചോറൊക്കെ ആയി. ഞാൻ മിറ്റം ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയി മിറ്റമൊക്കെ ഒന്ന് അടിച്ചു. പിന്നെ ഇതാ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ചോറും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ചോളത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഇതാ പുട്ടുണ്ടാക്കുകയാണ്. നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ, നല്ലൊരു മഞ്ഞ കളറാണ്, നല്ലൊരു മണമാണ് കേട്ടോ ഈ ചോളത്തിൻ്റെ പുട്ടിന്. അപ്പോൾ ഇതാ അതും കൂടി ഓരോന്നായിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ 3 ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് തന്നെ കുറേ ഉണ്ട് കേട്ടോ. അത് വലിയൊരു പാത്രമാണ് ഇതാ ഈ സംഭവം. 3 ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ ബാക്കിയാവും, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി. പിന്നെ അവരെല്ലാം സ്കൂളിൽ പോയി. അപ്പോൾ ഇതാ ഞാൻ പുട്ടും കടലക്കറിയും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഫുഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പാത്രം കഴുകണം, അങ്ങനെയൊക്കെയുള്ള പണിയാണ്. അപ്പോൾ എനിക്ക് പാലക്കാട് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകി, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് ഇതാ നടന്നു പോവുകയാണ്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പം ഒരു 10:30 ഞാൻ ബാക്കിയെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇതാ നമ്മുടെ മെയിൻ റോഡ് എത്താൻ വേണ്ടിയിട്ട് അതാ ആറ്റത്തെത്തണം. നല്ല വെയിലാട്ടോ. 10:30 ആയപ്പം നല്ല വെയിലും കാറ്റും ഒക്കെയാണ്, അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴും. അങ്ങനെ ഇതാ ഞാൻ റോട്ടിലിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ ഞാൻ പോയി. പാലക്കാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഞാൻ 1 മണിയായപ്പോൾ വീടൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.